എല്ലാവർക്കും നമസ്കാരം. ഒടുവിൽ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ ഒന്നിക്കുകയാണ്. ആരാണെന്നല്ലേ? അതാരാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പുലി വരുന്നേ പുലി എന്ന് പറയുന്നൊരു കഥ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? കൊച്ചു ക്ലാസ്സിൻ്റെ സെൻസ് ഒരു 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 3ാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളൊരു കഥയാണ് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെയാണ് ചില യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കാര്യം. അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം ആക്ച്വലി നമ്മളിത് സംസാരിക്കേണ്ടതല്ല, കാരണം ഫാമിലി മാറ്ററാണ്, ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വിഷയമാണ്, വേണ്ടെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതിങ്ങനെ സ്ഥിരമാകുമ്പോഴേക്കും നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ പറയാം. അതിന് മുൻപ് നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 100K അടിക്കാൻ പറ്റും. ഇപ്പോൾ 14 ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 100 അടിക്കാൻ പറ്റും. അപ്പോൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം നമ്മുടെ മല്ലു ഫാമിലി സുജിനെക്കുറിച്ചാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്കൊന്ന് ഒരു മാസമൊക്കെ ആവുന്നുണ്ട്, സുജിൻ്റെ വൈഫിൻ്റെയും ഓരോ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിരിയുകയാണ്, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയാത്തത് കൊണ്ട് പരസ്പര ബഹുമാനത്തോടു കൂടി ഞങ്ങൾ പിരിയുകയാണ്, ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോൾ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്യാനുള്ള കാരണം 2ാമത്തെ പ്രാവശ്യമായിരുന്നു ഈ പിരിയുന്നത്. കുറേ കാലം മുൻപ് ഞാനൊക്കെ യൂട്യൂബിലേക്ക് വരുന്ന ആ ഒരു സമയം വന്ന് കുറച്ചൊക്കെ നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പക്ഷേ മല്ലു ഫാമിലിയിലെ സുജിൻ വളരെ ശക്തമായിട്ട് സുജിൻ്റെ വൈഫിൻ്റെ മേൽ ഒരു അവിഹിത ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ആ ഒരു പിരിയൽ വാർത്തയൊക്കെ പുറത്തുവിട്ടത്. അവസാനം സോഷ്യൽ മീഡിയ തന്നെ അത് പൊളിച്ച് കൈ കൊടുത്തു. 2ാമത്തെ പ്രാവശ്യവും ഇവർ ഈ ഒരു പോസ്റ്റുമായിട്ട് വരുന്നു. രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി, പരസ്പര ബഹുമാനത്തോടു കൂടി പിരിയുകയാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും സ്ഥിരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടരുതല്ലേ, നിങ്ങൾ സ്വയം നാറല്ലേ, നാണം കിടല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ആര് കേൾക്കാനാണ്? ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സുജിൻ്റെ വൈഫ് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇവരുടെ മകൻ്റെ ബർത്ത്ഡേ വന്ന സമയത്ത് സുജിൻ്റെ വൈഫ് ഒരു വീഡിയോ ഷെയർ ചെയ്തു. ആ വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് വന്നു. അതിൻ്റെ മേൽ സുജിൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഈ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒന്നിക്കുന്നൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്തിനാണ് നിങ്ങളിത് സോഷ്യൽ മീഡിയ കൊണ്ടിടുന്നത്? എനിക്കത് എത്ര ആലോചന പിടിയിടുന്നില്ല. നിങ്ങൾ പിരിയാണെങ്കിൽ പിരിയൂ, ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കൂ. അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുന്ന, പിന്നെ ഗുണം കിട്ടും, പൈസ യൂട്യൂബ് തരും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്റ്റും ചെയ്യും. ഇപ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ, ഇവർ ഒന്നിക്കാൻ പോവുകയാണ്. ഒരു പോസ്റ്റ് വന്നു രാവിലെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്നും ഇതും വെറും കോണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷേ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. അന്നത്തെ മാനസിക അവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കാം. അതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചും വിശ്വസിച്ചും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ടും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കാര്യമാണ്, തീരുമാനം നല്ലതാണ്, അതിലൊരു പ്രശ്നമില്ല. ആരും വേർപെട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു പിരിഞ്ഞ് പോകണമെന്നോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞങ്ങൾ പിരിയുകയാണ്, ഈ പിരിയുന്ന സമയത്ത് ഇല്ലാത്ത അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് ആ ഒരു വിഷയത്തെ, ചെറിയൊരു കാര്യമായിരിക്കും, കുടുംബമാണ്, പ്രശ്നങ്ങളുണ്ടാവും, നിസ്സാര കാര്യത്തിൻ്റെ പേരിലായിരിക്കും ഈ പറയുന്ന വലിയൊരു തീരുമാനം എടുക്കുന്നത്, സെപ്പറേറ്റ് ആവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കുട്ടികളുണ്ട്. ഈ പിരിയാൻ പോകുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ മുഖത്തേക്കാണ്. ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏതൊരു കുടുംബത്തിലും. പക്ഷേ ചെയ്യില്ല, ഈഗോ സമ്മതിക്കില്ല. അതുകൊണ്ട് അവൾ സംസാരിക്കട്ടെ, അവൾ ഇങ്ങോട്ടൊന്ന് മിണ്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ച അവൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? അവനല്ലേ പിണങ്ങിയത്, അവൻ ഒന്ന് മിണ്ടട്ടെ, അല്ലാണ്ട് എനിക്ക് മിണ്ടാനൊന്നും വയ്യ. ഈഗോ ഈ സാധനം എന്നാണോ തലേന്നെടുത്ത് കളയുന്നത് അന്ന് മാത്രമേ ഫാമിലി നന്നായിട്ട് പോകത്തുള്ളൂ. ഇതിവിടെ തീരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീരത്തില്ല. കുറച്ചാൾ കഴിയുമ്പോഴേക്കും വീണ്ടും വരും, ഞങ്ങൾ പിരിയാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. ഇതൊരു സ്ഥിരം
വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. സുജിൻ കുറേ നാളായിട്ട് യൂട്യൂബിൽ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത ഇൻസ്റ്റാഗ്രാമിൽ വന്നത്, ഞങ്ങൾ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ അവരുടെ ആരാധകരുടെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കുറേയധികം ആൾക്കാരുടെ കമൻറ്റ് കണ്ടു, നിങ്ങൾ ആ കുട്ടികളുടെ മുഖം നോക്കൂ, കുട്ടികളെക്കുറിച്ച് ആലോചിക്കൂ. അപ്പോഴൊന്നും ചിന്തിച്ചിട്ടില്ല. ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞിപ്പോൾ. ഇതിനിടയിൽ കൂടിയാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വന്നത്. ആ ബർത്ത്ഡേ വന്നപ്പം ആ ബർത്ത്ഡേയുടെ സന്തോഷം പോലും സുജിൻ്റെ വാക്കുകളിലൂടെ സുജിൻ നശിപ്പിച്ച് കളഞ്ഞു. എനിക്കൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല, വൈഫിനെ കുറിച്ച് പറയുന്നതാണ്. അവർ സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത് എനിക്ക് സെൻറ്റിമെൻറ്റ്സ് കാണിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്തൊക്കെയാണെന്ന് വിളിച്ച് പറഞ്ഞത്. ഇതൊക്കെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നു. എനിവേ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പറഞ്ഞ് സോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ എന്തിനാണ്, എൻ്റെ ചോദ്യം ഇത്രയുള്ളൂ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം, കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക. പക്ഷെ നിങ്ങളൊന്നും ചെയ്യുന്ന അതല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനെ കൊണ്ട് കുറേ നാൾ കൊണ്ടുപോകും. എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ ഫാമിലി മാറ്റർ കൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഇടുന്നത്? ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് കരുതിയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് എന്തിനാണ് സോഷ്യൽ മീഡിയ ഇടുന്നത്? അതുകൊണ്ടല്ലേ ചർച്ചയാവുന്നത്. നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ? നാട്ടുകാരെ നോക്കേണ്ടതല്ലേ? കുട്ടികൾ അവർ വളർന്നു വരുന്നവരാണ്. അവരും നിങ്ങളെ നോക്കിയല്ലേ പഠിക്കുന്നത്, നിങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത്. ആ മോൻ്റെ ബർത്ത്ഡേക്ക് സുജിൻ അവിടെ പോയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതിന് ശേഷം ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോയോ വീഡിയോ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. സുജിൻ ഒരു കാറ് എന്തോ പണി ചെയ്തിട്ട് ഇറക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. കുട്ടികളെയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നി ഇത് മിക്കവാറും പാച്ചപ്പ് ആവുന്ന ഒരു ലക്ഷണം കാണുന്നെന്നും തോന്നി. അതാവട്ടെ എന്ന് വിചാരിച്ചു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം 2 കുട്ടികൾ, അവരുടെ ഫേസ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒന്നിക്കുമെന്നാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പോലും നിങ്ങളോട് ആവശ്യപ്പെട്ടത്. എനിവേ, നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു നാടകമല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് അത് നാടകമാണ്. നിങ്ങളിനി എത്രയൊക്കെ പറഞ്ഞാലും ഒരുതരം ആക്ടിങ് തന്നെയാണിത്. എന്തിനു വേണ്ടിയാണെന്നത് മാത്രമാണ് ചോദ്യം. സെക്കൻഡ് ടൈമാണ്. പുലി വരുന്നത് പുലി എന്ന് പറഞ്ഞ പോലെ 3rd ടൈം ഇത് സംഭവിക്കാതിരിക്കട്ടെ. അതുമാത്രമേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ. സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ ഈ പിണങ്ങി കഴിയുമ്പോഴേക്കും ഭാര്യയെക്കുറിച്ച് മോശം പറയുക വളരെ ചീപ്പായ പരിപാടിയാണ്. അതും ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ ചെയ്തത് ശരിയല്ല, അവൾ ഇങ്ങനെ ചെയ്തത് ശരിയല്ല. ചീപ്പ് പരിപാടിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. വളരെ ചീപ്പ് പരിപാടിയാണ്. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതേ വ്യക്തിയുടെ തോളിൽ കൈയിട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു അല്പമെങ്കിലും നാണം തോന്നില്ലേ? കാര്യം നിങ്ങൾ ചെയ്ത ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞ വീഡിയോകൾ കണ്ട നാട്ടുകാരുടെ മുന്നിൽ കൂടെ നിങ്ങൾ പോകുന്നത്. ആരും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും. ഇവൻ ഇത്രയ്ക്ക് ആണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. മനസ്സിലായി? ആരും നിങ്ങളോട് നേരിട്ട് ചോദിക്കില്ലായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പാതിരിക്കൂ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, പക്ഷേ പറയുകയാണ്. എനിവേ, ഇവർക്ക് ഇനി അടുത്ത 3ാമതൊരു പിരിയൽ നാടകം കളിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.